ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചർ പ്ലാനിങ് കഴിഞ്ഞു, സ്ട്രക്ചറൽ പ്ലാനിങ് കഴിഞ്ഞു. ഈ പ്ലാൻസിനെ നമ്മൾ ഒരു BIM ടീമിലോട്ട് കൊടുക്കുമ്പോൾ അവർ ഈ പ്ലാൻസിനെ ഒരു 3D മോഡൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് കൺസിഡർ ചെയ്താലും അതിനകത്ത് ആർക്കിടെക്ചർ മോഡൽ കാണും, സ്ട്രക്ചറൽ മോഡൽ കാണും, അതുപോലെ തന്നെ MEP മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ആ ഒരു സൈഡും കൂടി കാണും. അപ്പോൾ ഇത് മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ എക്സിക്യൂഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാഷസ് ഉണ്ടാവാം. ഹാർഡ് ക്ലാഷ്, സോഫ്റ്റ് ക്ലാഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യും. അതായത് 2 എലമെൻറ്റ്സ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഈ ക്ലാഷസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും റിസോൾവ് ചെയ്യാനും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻ ഫേസിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് ടൈം ലാഭിക്കാം, കോസ്റ്റ് ലാഭിക്കാം, റീവർക്ക് അവോയ്ഡ് ചെയ്യാം, അപ്പോൾ മെറ്റീരിയൽ വേസ്റ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു BIM ടീം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡൽസ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ക്ലാഷ് ഡിറ്റക്ഷൻ, ഇപ്പോൾ നാവിസ്വർക്സ് പോലുള്ള സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 3 മോഡൽസിനെയും കൂടി അവർ ലിങ്ക് ചെയ്യും. അതിന് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, നമ്മൾ ഫെഡറേറ്റഡ് മോഡൽ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ഫെഡറേറ്റഡ് മോഡലെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ക്ലാഷ് ഡിറ്റക്ഷൻ റൺ ചെയ്യും. എന്നിട്ട് അതിനെ വെച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള സൊല്യൂഷൻസ് എല്ലാം കണ്ടുപിടിച്ച് ഒരു ഫൈനലി നമുക്ക് ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിലോട്ട് ഈ മോഡൽസിനെ അവർ സെറ്റ് ചെയ്യും.